BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. CPIM ശവം തീനികൾ പ്രോഗ്രസ് റിപ്പോർട്ട് മുഴുവൻ പച്ചക്കള്ളം. VD സതീശൻ. പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ടുകൾ അടിച്ചുമാറ്റിയ CPIM ആണ് യഥാർത്ഥത്തിൽ ശവം തീനികളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഭിമന്യുവിന്റെ അമ്മയുടെ കരച്ചിൽ CPIM മാർക്കറ്റ് ചെയ്യുകയാണുണ്ടായത്. ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് തേടി അധികാരത്തിൽ വന്ന ആളുകൾ 4.25 കൊല്ലം പെൻഷൻ വിഹിതമായി ₹1 പോലും കൂടാതെ തെരഞ്ഞെടുപ്പ് അടുക്കുവാൻ വെറും 3 മാസം മാത്രമുള്ളപ്പോൾ പെൻഷൻ തുകയായി ₹400 വർദ്ധിപ്പിച്ചത്. അപ്പോഴും പെൻഷൻ ₹2,500 റബ്ബറിന് ₹250 പറഞ്ഞത് ഇതുവരെ പാലിക്കപ്പെട്ടു. ഒരു വാഗ്ദാനങ്ങളും LDF പാലിച്ചിട്ടില്ലെന്നും VD സതീശൻ വിമർശിച്ചു. സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ ഇടപെടൽ നടത്തി. കോടികളുടെ ഇടപാട്. TN പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ്. തൃശൂർ മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ TN പ്രതാപൻ ഒത്തുകളിച്ചെന്നും 8 കോടി രൂപ വാങ്ങിയെന്നുമാണ് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് VA ഫിറോസിന്റെ ആരോപണം. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ വാർത്താസമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. അന്നുതന്നെ രഞ്ജിത്ത് അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ യുവതി ഫോൺ എടുത്തില്ല. DCP അശ്വതി ജിജി. യുവനടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ പ്രതിയായ സംവിധായകൻ രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി അന്വേഷണ സംഘം. ഡിജിറ്റൽ തെളിവുകളുടെ വിവരങ്ങൾ ലഭിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങുവാനാണ് പോലീസിന്റെ നീക്കം. സെറ്റിൽ ചിലർക്ക് അതിക്രമത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിന് ശേഷം അന്നുതന്നെ രഞ്ജിത്ത് അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DCP അശ്വതി ജിജി പറഞ്ഞു. എന്നാൽ യുവതി ഫോൺ എടുത്തിട്ടില്ല. പരാതി നൽകുവാൻ വൈകിയതിൽ അസ്വാഭാവികത ഇല്ല. ബോബി കുര്യൻ, ശാലിനി എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യും. കാരവാനിന്റെ പുറത്തുള്ള CCTVയിൽ ബാക്കപ്പ് ഇല്ല, അശ്വതി ജിജി വ്യക്തമാക്കി. CPIMും BJPയും തമ്മിൽ രഹസ്യധാരണ. ഡീൽ ആരോപണവുമായി പ്രിയങ്ക ഗാന്ധി. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പേരാവൂരിൽ പ്രിയങ്ക ഗാന്ധി. ഡീൽ ആരോപണം പ്രിയങ്ക ഗാന്ധിയും ആവർത്തിച്ചു. LDFും BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ശബരിമലയിൽ നടന്ന വലിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് മിണ്ടിയില്ല. അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നില്ല. പ്രധാനമന്ത്രിക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ ED, ഇൻകം ടാക്സ്, CBI എന്നിവയുടെ എല്ലാം കേസുകളാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയില്ല, പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. CPIMും BJPയും തമ്മിൽ ഡീലിനുള്ള സാധ്യത വട്ടപൂജ്യം. ഇന്ദിരാ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടി. രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് വികസനമല്ല മുന്നോട്ട് വയ്ക്കുന്നത്, നുണയാണ് അവർക്ക് പ്രധാനമെന്ന് നേമത്തെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. ഇന്ദിരാ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടിയാണ്. ഇന്നത്തെ പത്രം നോക്കിയാൽ കാണാം ഡീലിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനറായ DK ശിവകുമാറും മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ്. ഇവരുടെയൊക്കെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 39 വർഷത്തിന് ശേഷം ലീഡ്സ് യുണൈറ്റഡ് FA കപ്പ് സെമിയിൽ. ഷൂട്ടൌട്ടിൽ വെസ്റ്റ് ഹാം പുറത്ത്. FA കപ്പ് ടൂർണമെന്റിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ അവസാനിച്ചപ്പോൾ ചരിത്രം രചിച്ച ലീഡ്സ് യുണൈറ്റഡ്. ഇന്നലെ നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് ലീഡ്സ് യുണൈറ്റഡ് സെമി ഉറപ്പാക്കിയത്. കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഇരു ടീമുകളും 2-2 സമനിലയിൽ പിരിഞ്ഞു. ടെഹ്റാനിൽ കെട്ടിടത്തിനു നേരെ ആക്രമണം, 13 മരണം. ടെഹ്റാനിലെ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള ഇസ്ലാം ഷഹറിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ വ്യോമാക്രമണം ഉണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ അമേരിക്കയോ ഇസ്രയേലോ ഏറ്റെടുത്തിട്ടില്ല. ഹോർമുസ് കടലെടുക്ക് വീണ്ടും തുറന്നില്ലെങ്കിൽ ഇറാനെ നശിപ്പിക്കുമെന്നും ആക്രമണം അഴിച്ചുവിടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണമുണ്ടായത്. ഷെരീഫ് സർവകലാശാലയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. ഷെരീഫ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തുള്ള പ്രകൃതിവാതക വിതരണ കേന്ദ്രത്തിനും ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.